ഹലോ നമസ്കാരം. ജിത്തു മാധവൻ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ഏറ്റവും ചിത്രമാണ് ആവേശം. വലിയ രീതിയിൽ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായ രോമാഞ്ചത്തിനു ശേഷം സംവിധാനം കൂടി ചെയ്യുന്ന ചിത്രം കൂടിയാണ് ആവേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചിത്രത്തിന് പോസ്റ്റർ എത്തിയിരുന്നു. അതിൽ തീ പാറിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത പോസ്റ്ററിൽ ആളിക്കത്തുന്ന ഒരു തീക്കുപ്പി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗനെയും രംഗന്റെ പിള്ളാരെയും കാണാം. ആവേശം എന്ന ചിത്രം ഒരു എന്റർടൈനർ ചിത്രം ആയിരിക്കും എന്നൊക്കെ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അറിയാൻ സാധിച്ചത്. ചിത്രം പെരുന്നാൾ വിഷു അടുപ്പിച്ച് തന്നെ ഏപ്രിൽ 11 തിയേറ്ററിൽ റിലീസിനെത്തും. ജയറാമേട്ടനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രമാണ് എബ്രഹാം ഓസ്ലർ. ഒരു പ്രധാന വേഷത്തിൽ മമ്മൂക്കിയും എത്തിയിരുന്നു. ചിത്രം ഒരു മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ OTT റിലീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ പ്ലാറ്റ്ഫോം വഴി അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. മാർച്ച് 20-നായിരിക്കും OTT റിലീസിനെത്തുക. അങ്ങനെ മഞ്ഞുമൽ ബോയ്സ് ചിത്രം റിലീസായി 22-ാം ദിവസം പിന്നിടുമ്പോൾ ചിത്രത്തിന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും 40 കോടിയിലേറെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 56 കോടിയാണ് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനിയാണ് ചിത്രത്തിന്റെ യഥാർത്ഥ സീൻ മാറ്റിയത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ 177 കോടിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സോ ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ആടുജീവിതം. ബ്ലെസ്സി സംവിധാനത്തിൽ പൃഥ്വിരാജാണ് നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്. AR റഹ്മാനാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത്. ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളായിരിക്കും മാർച്ച് 28-ന് തിയേറ്ററിൽ റിലീസ്. കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.